വാഗ മാലതി സ്കൂൾ 84-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ കൂട്ടമണി എന്ന ഒരു ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നു എന്നറിയുന്നത് സന്തോഷകരമാണ്. ബാല്യകാല സൗഹൃദങ്ങൾ നാടിന്റെ നന്മ കാത്തു സൂക്ഷിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവാനും അനിവാര്യമാണെന്ന സന്ദേശം നൽകുന്ന ഈ ചിത്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കഴിയുന്ന ഒന്നായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സദുദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും മറ്റ് അണിയറ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നാരായണോ, എന്തായി? മോനെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചുല്ലേ? അതിപ്പോ മാഷേ നമുക്കോ സാധിച്ചില്ല, അവന് കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ. പഠിപ്പൊക്കെ എല്ലാ സ്കൂളിലും ഒരുപോലെ തന്നെയാ. പിന്നെ സെക്കൻഡറി വരെ സിലബസും ഏകദേശം ഒരുപോലെ തന്നെയാ. കാണാപ്പാടം പഠിച്ച് മാർക്ക് വാങ്ങിക്കില്ല അപ്പോഴത്തെ ഒരു രീതി. കുട്ടികൾ സ്വയം പഠിക്കട്ടെ, നേരെ ആവട്ടെ. എന്നിട്ട് എനിക്കൊന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതാ? വീട്ടിലെ പ്രാരാബ്ധം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയി. അതിപ്പോ നമ്മുടെ നാട്ടിലെ സ്കൂളോ ടീച്ചർമാരോ മോശമായിട്ടല്ല, വിധി അനുഭവിക്കല്ലാതെ എന്താ ചെയ്യാ നാരായണ? ഓ പിന്നെ നീ അതെന്നോട് പറയണ്ട മോളെ. ഇവിടുത്തെ സ്കൂളൊക്കെ എവിടെ കിടക്കുന്നു? ഇതേ 4-5 IAS ഉദ്യോഗസ്ഥരൊക്കെ പഠിച്ചിറങ്ങിയ സ്കൂളാ. എന്റെ മോനെ ഞാൻ അവിടെ പഠിപ്പിച്ചൊരു IAS കാരനാക്കും. നിന്റെ ഭർത്താവ് മകനെ നാട്ടില് സ്കൂളിൽ ചേർത്തണമെന്ന് പറയുന്നുണ്ടല്ലോ. എന്റെ കുട്ടിയെ എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, പുള്ളിക്കാരനല്ല. അങ്ങേർക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാന്നേ. ശരി ശരി. ആ ഓക്കേടി, പിന്നെ വിളിക്കാം. കനകം, എന്താ മാഷേ? ഒന്നുമില്ല. എന്റെ മകനെ എവിടെയാ ചേർക്കണേ തീരുമാനിച്ചോ? എന്റെ മകനെ എന്തായാലും ഇവിടെ തന്നെയാ ചേർക്കണം. കിച്ചുവും മണിയും ഒരുമിച്ച് കളിച്ചു വന്നതല്ലേ, അവനെയും കൂടി ഇവിടെ ചേർത്തൂടെ? അത് ശരിയാവില്ല മാഷേ, ആ സ്കൂള് അത്ര പോരാ. പറയുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ വേണ്ടേ? കുഞ്ഞിനോഷ് പറഞ്ഞ മാതിരി ഭാര്യയുടെ പ്രസവം ഇംഗ്ലണ്ടിലാക്കിയ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കില്ല. ജനിക്കും നിമിഷം തൊട്ടൻ മോൻ ഇംഗ്ലീഷു പഠിക്കണം, അതിനു ഭാര്യ തൻ പേർ ഇംഗ്ലണ്ടിൽ തന്നെയാക്കി മാറ്റി ഞാൻ. ചേർത്തണമെന്നൊക്കെ നന്ന്, ബാക്കി പിന്നെ പറയാം. നാട് മുഴുവൻ ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്ന മാഷ് പറയുന്ന വർത്താനം കേട്ടില്ലേ? മനസ്സിനുള്ളിലെ തമസ്സകറ്റാൻ ഗുരുത്വമേ
ആ പണിയുടെ കാര്യം ഞാൻ ഏറ്റു, അത് ശരിയാ. ആ അത് മതി. അല്ല ഇജ്ജ് മെമ്പറായിട്ടൊന്നും നടക്കണ കാണാനില്ലല്ലോ. അന്റെ നടത്തം കാണാൻ ഞങ്ങൾ വോട്ട് ചെയ്തോട്ടെ. എന്ത് നടന്നില്ലാന്നാ നീ പറയണത്? എന്റെ പഠിക്കലെ പുല്ല് ഇജ്ജ് കണ്ടില്ലേ? എന്ത് നാടത്? എന്ത് മെമ്പർ അത്? ആ ബെൻസ് കാറ് പുറത്തിറക്കാൻ പറ്റ പാട് നമുക്കറിയാലോ. എന്നിട്ട് വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ നടക്കുക. അന്റെ പടിക്കല് പുല്ലിക്കിട ഞാൻ എന്ത് ചെയ്യാനുണ്ടാ? തൊഴിലുറപ്പുകാരൊക്കെ എവിടെ? അവരുടെ ഗ്രേഡൊക്കെ മാറിയാന്ന് അറിഞ്ഞില്ല അല്ലേ? അന്റെ പടിക്കലെ പുല്ല് പറിക്കാനൊന്നും അവര് വരില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ആൾക്കാർ കാണല്ലോ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ. ചേട്ടനറിയോ, ചന്ദ്രുവിന്റെ മോളുടെ കല്യാണത്തിന് നല്ലൊരു തുക പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു. 5 കാശിന്റെ ഒരു തരി സ്വർണ്ണ സദ്യ ഒന്നുകൂടെ നടത്തിയിട്ടില്ല. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ താത്താന്റെ കല്യാണത്തിന് 101 പവനും ബെൻസ് കാറാ കൊടുത്ത ഞാൻ. 5ന്റെ പൈസ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പുള്ളി ആവശ്യക്കാർക്ക് ഒന്നും കിട്ടാറില്ല. ശംസു, പഞ്ചായത്ത് ദുരിതാശ്വാസം കിട്ടിയിട്ട് വേണം എന്റെ താത്ര കല്യാണം നടത്താൻ. അല്ലെങ്കിൽ എനിക്ക് ഒരാളെ നക്കപ്പിച്ചെന്ന് ആവശ്യമില്ല. അല്ല പിന്നെ വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ നടന്നോ? കലിപ്പിലാണല്ലോ. ഞാൻ ആ സാഹിബിനെ കടയിൽ ചായ പിടിച്ചിറങ്ങുമ്പോഴേ അപ്പുറത്ത് പച്ചക്കറി കടയിൽ ഒരുത്തം വന്ന് ചോദിക്കുക നാടൻ പയറുണ്ടോന്ന്. പിന്നെ അവന് നാടൻ കോഴിമുട്ട വേണം, നാടൻ പശുവിന്റെ പാല് വേണം. ആ കുട്ടീനെ നാട്ടില് സ്കൂളിൽ ചേർത്താൻ പറ്റില്ല അവന്. പിന്നെ എങ്ങനെ ദേഷ്യം വരാണ്ടിരിക്കുക? എന്നാ ശരി, ഇന്ന് PTA മീറ്റിംഗ് ഉണ്ട്. അയ്യോ അടക്കല്ലേ അടക്കല്ലേ, രണ്ട് സാധനം. ഈ 2 സാധനം വേണ്ടോ? എന്താ എന്താ മോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഇത്തിരി ചായപ്പൊടി, ഇത്തിരി പഞ്ചസാര, ഇത് മാത്രമേ നേരെ വേണ്ടൂ. എവിടെ ഇരുന്നുണ്ട് മാത്യൂസേ? ഒരു വല്ലാത്ത സമയത്ത് തന്നെ നിന്റെ വരവ്. അതിന് നിങ്ങൾ എപ്പോഴും തിരക്കല്ലേ, വല്ലപ്പോഴൊക്കെ അല്ലേ തുറക്കോ? അവിടെ PTA മീറ്റിംഗ് തുടങ്ങുക. വൈകിട്ട് പോയോ? ഞാൻ പോവാ. പ്രസിഡന്റേ, നേരം കുറെ വന്നിക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങാറായില്ലേ? കണ്ടില്ലേ, വൈസ് പ്രസിഡന്റ് വന്നിട്ടില്ല. നാട്ടിലുള്ള കുട്ടികളെ മുഴുവൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടു നടക്കുന്നവനെ നിങ്ങളല്ലാതെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കുവോ? അതിപ്പോ മാഷേ, നിങ്ങളും മറ്റുള്ള സ്കൂളിലത്തെ കുട്ടികൾക്കും ട്യൂഷൻ എടുക്കുന്ന ആളല്ലേ? നാട്ടിലെ കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാ, അതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ ഈ സ്കൂളിൽ അവരൊക്കെ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അതിമോഹാണോ കൂട്ടിക്കോളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മീറ്റിങ്ങിൽ വിളിച്ചാൽ കൃത്യസമയത്ത് എത്തണം. കുന്നകുളത്ത് ഒരു വാടക കിട്ടിയ അത് കളിലല്ല പണി. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, തുടങ്ങിക്കോളൂ. ഇന്നത്തെ PTA മീറ്റിങ്ങിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് അറിയാമല്ലോ. നാട്ടിലെ സ്കൂളുകൾക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ സ്കൂള് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. പ്രസിഡന്റ്, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. നമ്മുടെ അവിടുത്തെ 2 കുട്ടികൾക്ക് ജില്ലാ തലത്തിൽ 2 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് ആദരിക്കണ്ടേ? അവർ മറ്റാരുമല്ല, നമ്മുടെ നമ്പൂതിരി മാഷിൻ്റെ മോനും നാരായണേട്ടൻ്റെ മകളുമാണ്. തീർച്ചയായും നമുക്ക് ആ അഭിപ്രായം അംഗീകരിക്കല്ലേ? മോനെ മണി, എണീക്കാറായില്ലേ? എണീക്ക്. മോനെ മണി, ദാ, എണീറ്റ് പല്ല് തേച്ച് സ്കൂളിൽ പോണ്ടേ? എണീക്ക്. അമ്മ എണീക്കടി. മോനെ വണ്ടി വന്നു, പെട്ടെന്ന് വാ.
വേഗം ഷൂ ഇട്, ടൈ കെട്ട് മോനെ, ടൈ ടൈ. ഓ, ഒന്നും കഴിച്ചുമില്ലല്ലോ. എവിടെയായിരുന്നു നേരത്തെ അറിഞ്ഞില്ലേ? ഇവിടുത്തെ കുട്ടീനെ എടുത്തിട്ട് വേണം മറ്റുള്ള കുട്ടികളെ കയറ്റാൻ. മോനെ, ഷർട്ടിലൊന്നും ആരെക്കൊണ്ടും തൊടിക്കരുത്. അമ്മേ, വേഗം വാ. ഷർട്ടുമേ അഴുക്കാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. മോനെ, ഇതാ ബാഗ്. എന്താ ചേച്ചി കാശിന്റെ കാര്യം? ആ ചക്രം കെട്ടിട്ട് വേണം ഈ ചക്രം തിരിയാൻ. ഈ ചക്രം തിരിഞ്ഞിട്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടക്കണേ. കനകേച്ചി, പത്രത്തിന്റെ പൈസ കുറെ ഇട്ടാ, പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ. ശരി. കനകം, എന്തായി ഫീസിന്റെ കാര്യം? 2-3 മാസമായില്ലേ? ചോദിക്കാൻ വിഷമമുണ്ട്. നിങ്ങളുടെക്കുന്നൊക്കെ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാനേ. അതുകൊണ്ട് ചോദിക്കുക, വേഗം എത്തിക്കുക. ശരിയാക്കാം, എത്തിക്കാം. സോമേട്ടാ, ഈ വീട് മറന്നോ? 2 മാസത്തെ കാശ് എവിടെ? പശുവിനോട് ഇത് പറഞ്ഞ പാല് തരില്ലേട്ടാ. കാശില്ലാണ്ട് പാല് വേണത്ര. കാശില്ലാണ്ടേ മക്കളെ മത്സരമായിട്ടൊക്കെ വിട്ടോണ്ട് കാര്യമില്ലേട്ടാ. നാട്ടില് വിലയുണ്ടാവണേ കടലില്ലാണ്ടിരിക്കണം. കടം. അമ്മ, ഞാൻ പോട്ടെ. കിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? കണ്ണുള്ളവർക്കും കണ്ണു കാണാത്തവർക്കും കാണാൻ പറ്റുന്നത് അതെന്താ? അതെന്താവും? ആ സ്വപ്നം. അടിപൊളിയായി. എടാ, ഒരു പൂവിന് എത്ര സമയം എടുക്കും? ആവോ. ഈ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന പശുവിന്റെ പാൽ എങ്ങോട്ടായിരിക്കും? പശുവിന്റെ പാൽ നോക്കണ്ട, സ്കൂളിൽ പോകാൻ നോക്കടാ. സമയം 10 മണി തുടങ്ങി. വാടാ, പോവാടാ, പോവാ. മോളെ വെയിലധികം കൊള്ളണ്ട, പനി മാറിയിട്ടില്ല. അവളൊക്കെ പനി മാറിയിട്ടില്ല, നല്ല അസല് പനിയായിരുന്നു. പനി വെച്ചോണ്ടിരിക്കണ്ട, വേഗം ഡോക്ടറെ കാണിച്ചോ. പരിമൃദു കോമളധരണി തന്മീതെ ഹരിതവർണോജ്വലലതകളിലാകെ മണമോലും സൂനങ്ങൾ അഴകോടെ ചേർത്തും അഖില ലോകനാഥ കൈത്തൊഴാം ഞങ്ങൾ. ബഹുമാനരായ PTA പ്രസിഡന്റ്, മെമ്പർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ സഹാധ്യാപകരെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സംസ്ഥാന യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം നേടി നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച കിഷോറിനെയും ജില്ലാതലത്തിൽ തന്നെ മികച്ച വിജയം കൈവരിച്ച് കർഷക വിദ്യാർത്ഥിയായി തിരഞ്ഞെടുത്ത സ്വാതിയെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ്. വിജയികളായ ഈ കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലെ മറ്റു കുട്ടികൾക്ക് കൂടെ ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഇനി അടുത്തതായി സമ്മാനദാനമാണ്. ഇവിടെ പഠിച്ചിരുന്നെങ്കിൽ ഒരു കൃഷിക്കാരനെങ്കിലും ആയിരുന്നു. ഞാൻ പഠിച്ചത് വലിയ വലിയ സ്കൂളിലല്ല പഠിച്ചത്, ഒന്നും ആവാൻ പറ്റിയില്ല. കിഷോറിന് ഉപഹാരം നൽകുന്നതിനും നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനും മെമ്പറെ ക്ഷണിക്കുന്നു.
ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയാത്ത പല ആൾക്കാരും എനിക്കറിയാം. പക്ഷെ ആ സാഹചര്യത്തിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പ്രസംഗത്തില് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് എന്നോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഇവൻ ഈ സ്കൂളിന്റെ അഭിമാനമാണ്. ഇവനെ കണ്ട് നിങ്ങൾ എല്ലാവരും പഠിക്കണം. നീ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരൂ. നന്നായി പനിക്കുന്നുണ്ടല്ലോ ടീച്ചറെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം നമുക്ക്. ഇക്ക ഒന്നും ഇങ്ങോട്ട് വരുമോ? ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ. വാ മോളെ. അയ്യോ ടീച്ചറെ, എന്താ മോൾക്ക് പറ്റിയേ? എന്ത് പറ്റി ടീച്ചറെ? ഒന്നുമില്ല, പനി വന്ന ഡോക്ടറെ കാണിക്കണ്ടേ ചേച്ചി? ആ പേടിക്കണ്ട, ഡോക്ടറെ കാട്ടി മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കൊടുത്താൽ മതി. ശരി ടീച്ചർ. ടീച്ചറെ, ഓട്ടോയുടെ കാശ്? ഓ അത് സാരിയില്ല, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എന്തായാലും മരുന്ന് കൊടുക്കുക, രോഗം മാറിയിട്ട് സ്കൂളിൽ വിട്ടാൽ മതി. കാശ് മിസ്സാവുമെന്ന് പേടിക്കണ്ട, ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. താങ്ക് യു ടീച്ചറെ. ആ അല്ല, നിങ്ങൾക്ക് PT മീറ്റിങ്ങിന് വന്നൂടെ? ഇനി മുതൽ ഞാൻ വരും, തീർച്ചയായിട്ടും വരും. ഓക്കെ. മാറിനേട്ടോ, പണ്ട് നമ്മള് ചൂണ്ടിട്ടുന്ന തോടായത് ഇപ്പൊ വല്ല മീനുണ്ടോ? പണ്ട് കോന്തുണ്ണിനാരുടെ വീട്ടിലെ മാങ്ങയ്ക്ക് വടിയെറിഞ്ഞപ്പോ തലയ്ക്ക് വിടുന്ന ഓർമ്മണ്ട? അയാളുടെ പടിപ്പുരയിലെ കല്ലിന്റെ മുകളിലാണ് പിന്നെ നമ്മളത് കുത്തിപ്പൊടിച്ച് തിന്നത്. അത് നിനക്ക് ഓർമ്മണ്ട? പിന്നെ മറക്കാൻ പറ്റുമോ? ഇവിടെ ഇത്തിരി നേരം നിന്നാൽ ഓർത്തുപോകുമെൻ ബാല്യം. ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും ഓടിയെത്തും കാതിൽ, ഒഴുകിയെത്തും കാതിൽ. ഇവിടെ ഇത്തിരി പോരുന്നില്ലേ? ഞാനതിനിടയിൽ ഒരു സ്ഥലം വരെ പോയിടോ. നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഒന്നങ്ങടെ ഓർത്തുപോയി. കുട്ടിക്കാലം കുട്ടികൾക്ക് ഇപ്പൊ വിളമ്പി കൊടുത്താൽ തിന്നാൻ നേരില്ല. കുട്ടികൾക്ക് വിളമ്പി കൊടുക്കാൻ മാത്രല്ല, കക്കൂസ് പോകാൻ പോലും നേരില്ല. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പശുവിന്റെ വാൽ നീ കണ്ടിട്ടുണ്ടോ? അതെങ്ങോട്ടാ? ഞാൻ പറയാൻ പോവാ, കീപ്പോട്ട്. ഞാൻ സ്വാതിയുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. ഇത് മാനേജർ, അറിയാലോ. ഞാൻ അറബി ടീച്ചറാണ്. നിങ്ങൾ മോന്റെ സ്കൂളിലെ മീറ്റിങ്ങിന് പോകുന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. നമ്മളെ സ്കൂളിലെ മീറ്റിങ്ങിന് നിങ്ങൾ വരുന്നില്ല. PTA മീറ്റിങ്ങിനൊക്കെ നിങ്ങൾക്കൊന്ന് വന്നൂടെ? സ്കൂളിൽ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് PTA മീറ്റിങ്ങിലൊക്കെ ഒന്ന് പങ്കെടുത്തുകൂടെ? മാഷേ, മാഷ്. നാരായണ, ഒരു കാര്യം പറയണ്ട മാഷേ, ഒന്ന് നിൽക്കോ. ഞാൻ ഇതങ്ങോട്ട് വെക്കും മാഷേ. എന്താ ഇതങ്ങോട്ട് വെക്കും മാഷേ. ഞാൻ താന്റെ ഭാര്യയെ വെറുതെ ഒന്ന് പിപ്പിടി കാട്ടിയതോടോ. താൻ ഫീസ് തന്നില്ലെങ്കിലും താന്റെ മോനെ ഞാൻ പഠിപ്പിക്കില്ലേ? അതെനിക്ക് അറിയാലോ മാഷേ, എന്നാലും ഇരിക്കട്ടെ. ഇത് എന്റെ ഒരു സന്തോഷല്ലേ മാഷേ. അങ്ങോട്ട് വരിക, സൂക്ഷിച്ചങ്ങോട്ട് കയറിക്കോളൂ. ഇവിടെ ഒരു വേരുണ്ട്. കണ്ടു.
തന്നോടൊരു കാര്യം പറഞ്ഞാ തനിക്ക് വിഷമാവോടൂ. അതെന്താ മാഷെ അങ്ങനെ പറയണത്? വേറൊന്നല്ല, സർക്കാർ ഇപ്പോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുസ്തകമാണെങ്കിൽ ഫ്രീ, യൂണിഫോം, ഇപ്പതാ പ്രഭാത ഭക്ഷണവും കൊടുക്കണ്ട് അത്ര, പിന്നെ ഉച്ചഭക്ഷണം പിന്നെ പണ്ടും കൊടുക്കണ്ടല്ലോ. വലിയ വലിയ സ്കൂളിൽ പഠിച്ച നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം ഉണ്ടാവും, നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും എന്നൊക്കെയാ പറയണത്. ഇതൊക്കെ വെറുതെ തോന്നലാ. നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് എത്ര മഹാന്മാരുണ്ടായിട്ടുണ്ട് ഇവിടെ, അതൊന്നും ഓർത്തു നോക്കൂ. ടീച്ചർമാര് വന്നിരുന്നു. എന്ത് നല്ല ടീച്ചർമാരല്ലേ ഈ സ്കൂളില്. ആ, അനുഭവം കൊണ്ടല്ലേ പഠിക്കൂ എന്റെ കനകം. അന്ന് മോന് സ്കൂളിൽ വീണ് കാല് പൊട്ടിയപ്പോ നമ്മള് വണ്ടി വിളിച്ച് വരുന്നവരെ ടീച്ചർമാർ അവനെ അവിടെ വെച്ചോണ്ടിരുന്നു. ഇവിടെ ചെറിയൊരു പനി വന്നപ്പോഴത്തേക്ക് അവര് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കി. അത് ഈ നല്ല സ്കൂളുകാരുടെ ലക്ഷണം അങ്ങനെയാണ്. നമ്പൂരി മാഷ് പലവട്ടം പറഞ്ഞില്ലേ, ചെറിയവും പറഞ്ഞാലും ചവിട്ടി പോണം. അസുഖം മാറിയിട്ട് വന്നാ മതി, ക്ലാസ്സിലെടുത്തൊക്കെ അവര് പറഞ്ഞു കൊടുക്കാന്നും. എന്ത് നല്ല ടീച്ചർമാരാ. നമുക്കാണ് തെറ്റുപറ്റിയത്. നമുക്ക് മണീനെ ആ സ്കൂളിൽ തന്നെ ചേർത്താലോ? ആവൂ, ഈ വാക്കൊന്ന് കേൾക്കാൻ ഞാൻ എത്ര കാലം കാത്തിരുന്നു എന്റെ കനകെ. നാട്ടിലെ സ്കൂളിന് ഒരു വിലയുണ്ട്, അവിടെ പഠിച്ചു വന്നവർക്ക് ഒരു ഗുരുത്വമുണ്ട്. മനസ്സിലായോ? നമ്മുടെ 2 മക്കളും ഇനി അവിടെ തന്നെ പഠിക്കട്ടെ. ആയിക്കോട്ടെ, 2 ആളും അവിടെ തന്നെ പഠിച്ചോട്ടെ. ലോകത്തിലെ അറിയപ്പെടുന്ന കവികളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാ. അറിയോ നിനക്ക്? ഞാൻ ഇപ്പോഴത് മനസ്സിലാക്കി എന്റെ നാരായണേട്ടാ. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലേക്ക് ചേട്ടനെ ചേർത്താൻ പോവാല്ലേ? എത്ര നല്ല ടീച്ചർമാരാ അല്ലേ? അല്ലെങ്കിലും ഞാൻ പറയുമ്പോ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം മോളെ പനിയായിട്ട് ഇവിടെ കൊണ്ടാക്കിയില്ലേ, ആ ടീച്ചർ ഏതാ? അത് ഞങ്ങളുടെ പാട്ട് ടീച്ചറാ. ഇനിയെങ്കിലും സ്കൂളിലേക്ക് അമ്മയ്ക്ക് PTA മീറ്റിങ്ങിന് വന്നൂടെ? വരാം. എന്നാ അച്ഛനും മക്കളും പോയിട്ട് വാ. പൂക്കളോ മനിക്കും ഈ മലർവാടിയിൽ, അറിവിനായി നമ്മൾ കൊത്തുചേരാ. കുഞ്ഞു താരകം പോൽ മാനത്തുമിന്ന അക്ഷരമുത്തുകൾ മെല്ലെ സ്നേഹമുത്താക്കാം. ആനന്ദവിഹായസിലലിയ ഇവർ ഈ നാടിന്റെ യുവതലമുറയാണ്. ഈ നാടിന്റെ ഉൾത്തുടിപ്പുകൾ അറിഞ്ഞ് വളരേണ്ടവരാണ്. പഠനകാലത്ത് ബാല്യകാല സൗഹൃദങ്ങൾ തീർക്കുന്ന സൗഹൃദ ബന്ധം ഇവർക്ക് നാളെയുടെ വികസന സ്വപ്നങ്ങൾ കാണാൻ കരുത്തു പകരട്ടെ. പ്രപഞ്ച വീണയിലു തിരുമോരറിവിൻ പ്രണവാകാരം ഞങ്ങൾ. പ്രപഞ്ച വീണയിലു തിരുമോരറിവിൻ പ്രണവാകാരം ഞങ്ങൾ. അറിവിൻ പൊരുളോതും ഗുരുവന്നിതരെ, അറിവിൻ പൊരുളോതും ഗുരുവന്നിതരെ. അജ്ഞതയെല്ലാം അകറ്റേണം, വിജ്ഞാനദീപപ്രകാശം ചൊരിയാൻ ഞങ്ങളെ എന്നും തുണക്കേണം, ഞങ്ങളെ എന്നും തുണക്കേ.